പ്രിയപ്പെട്ടവരെ, വളരെ മഹത്വമാർന്ന ദിനരാത്രങ്ങളാണ് നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തൊക്കെ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇനി നമുക്ക് വേണ്ടിയിട്ട് ചെയ്യാം എന്നുള്ളതൊന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിക്കണം. വളരെയധികം പാപങ്ങളൊക്കെ ചെയ്യുന്ന നമ്മളെപ്പോലുള്ള സാധുക്കളായ ആളുകൾക്ക് അള്ളാഹു തന്നിട്ടുള്ള വലിയ നിഅമത്താണ് അള്ളാഹുവിൻ്റെ അഫ്വ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ലൈലത്തുൽ ഖദ്റിൻ്റെ രാവിൽ ആയിഷ ബീബിയോട് ഷഫീഉന സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെല്ലാൻ വേണ്ടിയിട്ട് നിർദ്ദേശിച്ചത് അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് പറയുന്ന ദിക്ർ അത് അധികരിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ലൈലത്തുൽ ഖദ്ർ പോലുള്ള നല്ല മഹത്തരമാർന്ന രാവുകളെ മുതലെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല പ്രതിഫലാർഹമായ ഒരു കാര്യമാണ് തസ്ബീഹ് നമസ്കാരം നിസ്കരിക്കുക എന്നുള്ളത്. അതിൻ്റെ മഹത്വങ്ങൾ വളരെയധികമാണ്. ഷഫീഉന സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നിടത്ത് പറയുന്നതും ഇത് തന്നെയാണ്. എല്ലാ പാപങ്ങളും കരിക്കപ്പെടാൻ സാഹചര്യങ്ങളൊക്കെ ഒരുക്കിത്തരുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾക്കൊക്കെ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്ന ഏറ്റവും മഹത്വമുള്ള സുന്നത്ത് നമസ്കാരമാണ് തസ്ബീഹ് നമസ്കാരം. അള്ളാഹു നിലനിർത്താനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. തസ്ബീഹ് നമസ്കാരത്തിൻ്റെ മഹത്വത്തെ സംബന്ധിച്ച് ഷഫീഉന സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുന്ന ഒരു ചരിത്രമുണ്ട്. ഒരിക്കൽ അബ്ബാസ് തങ്ങളോട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ അബ്ബാസ് എന്ന് വിളിച്ചുകൊണ്ട് പറയാണ്, അബ്ബാസെ, ഞാൻ നിനക്കൊരു അമൂല്യമായ ഒരു കാര്യം പഠിപ്പിച്ചു തരട്ടെ. നീ അത് ചെയ്താൽ അള്ളാഹു നിൻ്റെ പാപങ്ങൾക്ക് മാപ്പ് നൽകും. ഇദാ അൻത ഫഅൽത ദാലിക ഗഫറല്ലാഹു ലക ദംബക അവ്വലഹു വ ആഖിറഹു. നീ എന്ന് ചെയ്ത പാപമാണെങ്കിലും അള്ളാഹ് പുറത്തു തരും. ഖദീമഹു ഹദീസഹു, അത് പഴയ തെറ്റാകട്ടെ പുതിയ തെറ്റാകട്ടെ എങ്ങനെയുള്ള തെറ്റുകളാണെങ്കിലും അള്ളാഹു അത് പുറത്തു നൽകും. സഈറഹു വ കബീറഹു ഖതഅഹു വ അംദഹു സിർറഹു വ അലാനിയതഹു, രഹസ്യമായിട്ടും പരസ്യമായിട്ടാവട്ടെ മനഃപൂർവ്വമാവട്ടെ അബദ്ധത്തിൽ ചെയ്ത തെറ്റുകളാവട്ടെ ഏത് തെറ്റാണെങ്കിൽ പോലും അള്ളാഹ് നിനക്ക് മാപ്പ് നൽകുന്ന ഒരു കാര്യം, ഒരു അമൂല്യമായ കാര്യം നിനക്ക് ഞാൻ പഠിപ്പിച്ച് നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടർന്ന് തസ്ബീഹ് നിസ്കാരം എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു കൊടുത്തു എന്ന് അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന, തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന, ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ഏത് പാപമാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മാപ്പ് നൽകുന്ന അത്രക്കും മഹത്വമുള്ള നിസ്കാരമാണ് തസ്ബീഹ് നമസ്കാരമെന്ന് ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മറ്റൊരു ഹദീസിൽ കാണാൻ പറ്റും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇനിസ്തതഅത അൻ തുസല്ലിയഹാ ഫീ കുല്ലി യൗമിൻ മറത്തൻ ഫഫൽ. എല്ലാ ദിവസവും ഒരു തവണയെങ്കിലും നിനക്ക് നിസ്കാരം നിസ്കരിക്കാൻ കഴിയുമെങ്കിൽ നീ അത് ചെയ്തോ. ഫഇല്ലം തഫ്അൽ ഫഫീ കുല്ലി ജുമഅത്തിൻ മറ. അല്ലെങ്കിൽ ആഴ്ചയിൽ നിനക്ക് ഈ നിസ്കാരം നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ ആഴ്ചയിലെങ്കിലും നിർവഹിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനുശേഷം പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഓരോ മാസത്തിലും നിനക്ക് ഈ നിസ്കാരം ഒരു തവണയെങ്കിലും നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ നിസ്കരിച്ചോ. അതുമല്ലെങ്കിൽ ഓരോ വർഷത്തിലും നിനക്ക് ഒരു തവണയെങ്കിലും നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ നീ നിസ്കരിച്ചോ എന്ന് പറഞ്ഞിട്ട് ഫഇല്ലം തഫ്അൽ ഫഫീ ഉംരിക മറ. ഇനി അതുമല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഈ നിസ്കാരത്തെ നിസ്കരിക്കണേ എന്ന് ഷഫീഉന സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രക്കും മഹത്വം കൽപ്പിക്കുന്ന 4 റക്അത്ത് നിസ്കാരമാണ് ഈ പറയപ്പെട്ട തസ്ബീഹ് നമസ്കാരം എന്ന് പറയുന്നത്. തസ്ബീഹ് നമസ്കാരത്തിൻ്റെ പേരിൽ തന്നെ പറയുന്നുണ്ട് അതിൽ തസ്ബീഹ് ഉണ്ട് എന്നുള്ളത്. ഓരോ റക്അത്തിലും 4 റക്അത്തിൽ ഓരോ റക്അത്തിലും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് ചൊല്ലണം. ഓരോ റക്അത്തിലും അത് 75 തവണ വീതം ചെല്ലണം. അങ്ങനെ 4 റക്അത്ത് കഴിയുമ്പോഴേക്കും 300 തവണ ഈ ഒരു ദിക്ർ തസ്ബീഹ് ചൊല്ലിയതുപോലെയാകും. തസ്ബീഹ് നമസ്കാരത്തിൻ്റെ നിയ്യത്ത് വെച്ചതിന് ശേഷം തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുക, വജ്ഹത്ത് ഓതുക, എന്നിട്ട് ഫാത്തിഹ ഓതുക. ഫാത്തിഹ ഓതിയതിന് ശേഷം 15 തവണ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നുള്ള ആ ഒരു തസ്ബീഹ് ചൊല്ലുക. അങ്ങനെ ഈ തസ്ബീഹിന് ശേഷം സൂറത്തായിട്ട് സൂറത്തു തക്കാസുർ, അൽഹാകുമു തക്കാസുർ എന്ന് പറയുന്ന സൂറത്തു തക്കാസുർ ഓതുക. ശേഷം റുക്കൂഇലേക്ക് പോവുക. റുക്കൂഇൽ ചൊല്ലേണ്ട ദിക്റിന് ശേഷം 10 തവണ മേൽ പറയപ്പെട്ട തസ്ബീഹ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ആ ഒരു തസ്ബീഹ് ചൊല്ലുക. പിന്നീട് ഇഅ്തിദാലിലേക്ക് പോവുക. റബ്ബനാ ലക്കൽ ഹംദ് എന്ന് പറയുന്ന ആ ഒരു ദിക്റിന് ശേഷം 10 തവണ ഈ ഒരു തസ്ബീഹ് ചൊല്ലുക. പിന്നീട് സുജൂദിലേക്ക് പോവുക. സുജൂദിൽ ചൊല്ലേണ്ട സുബ്ഹാന റബ്ബിയൽ അഅ്ല വബിഹംദിഹി എന്ന് പറയുന്ന ആ ഒരു 3 തവണ ചൊല്ലേണ്ട ദിക്റിന് ശേഷം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാ എന്നതുകൊണ്ട് തുടങ്ങുന്ന തസ്ബീഹ് 10 തവണ ചൊല്ലുക. സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ 10 തവണ ഇതേപോലെ തന്നെ മേൽ പറയപ്പെട്ട ആ ഒരു തസ്ബീഹ് ചൊല്ലുക. ഇതൊക്കെ ചൊല്ലേണ്ടത് അതിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ദിക്റിന് ശേഷമാണ്.
പിന്നീട് രണ്ടാമത്തെ സുജൂദിലും ഇപ്രകാരം തന്നെ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്നുള്ള ആ ഒരു ദിക്റിന് ശേഷം 10 തവണ ചെല്ലുക. പിന്നീട് ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തത്തിൽ, അതായത് നമ്മൾ ആ ഒരു സുജൂദ് കഴിഞ്ഞിട്ട് ഒരു ഇരുത്തം ഇരുന്നിട്ടാണ് പിന്നീട് ആ ഇരുത്തം സുന്നത്താണ്, ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തം എന്ന് പറയും. ആ ഇരുത്തം ഇരുന്നിട്ട് ആ ഇരുത്തത്തിൽ 10 തവണ ചൊല്ലിയിട്ട് പിന്നീട് നേരെ രണ്ടാമത്തെ റക്അത്തിലേക്ക് പോവുക. പിന്നീട് ഇതേപോലെ തന്നെ മുമ്പ് പറഞ്ഞപ്പോഴത്തെ രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം 15 തവണ ഓതുക. തുടങ്ങിയിട്ടുള്ള ആദ്യം പറഞ്ഞ ഒന്നാമത്തെ റക്അത്തിൽ ചൊല്ലേണ്ട ആ ഒരു രൂപത്തിൽ തന്നെ രണ്ടാമത്തെ റക്അത്തിലും ഓതുക. ഇങ്ങനെ ഒരു റക്അത്തിൽ 75ഓളം തസ്ബീഹ് നമുക്ക് ചൊല്ലിയിട്ട് മൊത്തത്തിൽ 4 റക്അത്ത് കഴിയുമ്പോൾ 300 തസ്ബീഹ് ചൊല്ലിക്കൊണ്ട് നമസ്കരിക്കുന്ന നമസ്കാര ശൈലിയാണ് ഈ തസ്ബീഹ് നിസ്കാരത്തിനുള്ളത്. ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തു തക്കാസുറാണ് ഓതേണ്ടത്. രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ അസ്റാണ് ഓതേണ്ടത്. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ എന്ന് പറയുന്ന സൂറത്തുൽ അസ്റാണ് ഓതേണ്ടത്. മൂന്നാമത്തെ റക്അത്തിൽ ഓതേണ്ടത് സൂറത്തുൽ കാഫിറൂനാണ്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് പറയുന്ന സൂറത്തുൽ കാഫിറൂനാണ് ഓതേണ്ടത്. നാലാമത്തെ റക്അത്തിൽ ഓതേണ്ടത് സൂറത്തുൽ ഇഖ്ലാസാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന സൂറത്തുൽ ഇഖ്ലാസാണ് ഓതേണ്ടത്. തസ്ബീഹിൻ്റെ ശൈലിയൊക്കെ ഇപ്രകാരം തന്നെയാണ്. തസ്ബീഹ് നിസ്കാരം നിരുപാധിക സുന്നത്തുള്ള നിസ്കാരങ്ങളിൽ പെട്ട ഒരു നിസ്കാരമാണ്. ഒരു പ്രത്യേകിച്ചൊരു കാരണം വന്നതുകൊണ്ട് നിസ്കരിക്കുന്ന നിസ്കാരം അല്ല. അതുപോലെ തന്നെ നിശ്ചിത സമയത്ത് നിസ്കരിക്കേണ്ട നിസ്കാരമൊന്നുമല്ല. സൂര്യഗ്രഹണ നിസ്കാരം ഗ്രഹണം ഉണ്ടാകുന്ന സമയത്ത്, സൂര്യഗ്രഹണം ഉണ്ടാകുന്ന സമയത്താണ്. അതിന് കാരണമുണ്ട്, സമയമുണ്ട്. എന്നതുപോലെ ഒരു ഉപാധി ഇല്ലാത്ത നിസ്കാരമായതുകൊണ്ട് തന്നെ ഇത് നിരുപാധികം മുത്തലഖായ നഫ്ലുൽ മുത്തലഖ് എന്ന പേരിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു നിസ്കാരമാണ്. തസ്ബീഹ് നിസ്കാരം രാത്രിയിലും പകലിലും നിസ്കരിക്കാവുന്ന നിസ്കാരമാണ്. രാത്രിയും നിസ്കരിക്കാം, പകലിലും നിസ്കരിക്കാം. പക്ഷേ ചില നിസ്കാരങ്ങൾ നിർവഹിക്കൽ തെറ്റായ കുറ്റമായ സമയങ്ങളൊക്കെ ശരീഅത്തിലുണ്ട്. ആ സമയത്തിൽ ഇത് നിസ്കരിക്കാൻ പാടില്ല എന്നാണ്. എന്ന് വെച്ചാൽ തസ്ബീഹ് നിസ്കാരം നിരുപാധിക സുന്നത്തുള്ള നിസ്കാരം തന്നെയാണ്. പക്ഷേ ഈ നിസ്കാരം ഒരിക്കലും ഈ സമയത്ത് നിസ്കരിക്കാൻ പാടില്ല എന്ന് ശരീഅത്ത് പഠിപ്പിക്കുന്ന ചില സമയമുണ്ട്. അതിലൊന്നാമത്താണ് സുബ്ഹ് നിസ്കാരത്തിന് ശേഷം സൂര്യൻ ഉദിച്ച് ഒരു കുന്തത്തിൻ്റെ ഖദർ, ഏകദേശം സൂര്യൻ ഉദിച്ച് ഒരു 20 മിനിറ്റ് വരെ നിസ്കാരം പാടില്ല എന്നാണ്. ആ സമയത്ത് തസ്ബീഹ് നിസ്കാരം നിസ്കരിക്കാൻ പാടില്ല. രണ്ടാമത്തെ സമയം അസർ നിസ്കാരത്തിന് ശേഷം സൂര്യൻ അസ്തമിക്കുന്നത് വരെയാണ്. ഈ 2 സമയത്തും നിസ്കാരം ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. മൂന്നാമത്തത് വെള്ളിയാഴ്ച ഒഴികെ സൂര്യൻ മധ്യത്തിലാകുന്ന സമയം, സൂര്യൻ നട്ടുച്ച സമയത്ത് ഒരിക്കലും തസ്ബീഹ് നിസ്കാരം നിസ്കരിക്കാൻ പാടില്ല. പക്ഷേ വെള്ളിയാഴ്ച അങ്ങനെയല്ല. നാലാമത്തെ സമയം സൂര്യൻ ഉദിക്കുന്ന സമയം മുതൽ സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് ആകുന്നത് വരെയാണ്. അതായത് ഈ സുബ്ഹി നമസ്കരിക്കാത്ത ആളുകൾക്ക് അവരുടെ കുറ്റം, അവർക്കുള്ള ശിക്ഷയുടെ സമയം തുടങ്ങുന്നത് ഈ സൂര്യൻ ഉദിക്കലോട് കൂടിയിട്ടാണ്. അപ്പോൾ ആ ഒരു സൂര്യൻ ഉദിക്കുന്ന സമയം മുതൽ സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് ആകുന്നത് വരെ നിസ്കരിക്കാൻ പാടില്ല. അഞ്ചാമത്തത് സൂര്യൻ മഞ്ഞ നിറമായത് മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ. അതായത് അസർ നിസ്കരിക്കാത്ത ആൾക്കാർക്ക് കുറ്റം, അസർ നിസ്കരിക്കാതെ ഇങ്ങനെ നീട്ടിവെക്കുന്ന ആൾക്ക് കുറ്റം ലഭിക്കുന്ന ഒരു സമയമെന്ന് പറയുന്നത് സൂര്യൻ മഞ്ഞ നിറം ആകുന്ന സമയത്തിലേക്ക് അസർ മാറ്റിവെക്കുമ്പോഴാണ്. ഇത് ഈ ആയത്തിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഈ ഒരു വ്യാഖ്യാനം നമുക്ക് കാണാൻ പറ്റും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തസ്ബീഹ് നിസ്കാരം 4 റക്അത്താണ്. ഈ 4 റക്അത്തും ഒന്നിച്ച് നിസ്കരിക്കാൻ പറ്റുമോ, അതല്ല ഈ 2 റക്അത്ത് വീതമേ നിസ്കരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒന്നിച്ച് നിസ്കരിക്കാവുന്നതാണ്. അങ്ങനെ നിസ്കരിക്കൽ അനുവദനീയമാണ്. ഈ 2 റക്അത്തിലും സലാം വീട്ടിയും നിസ്കരിക്കാം. 2 ഓപ്ഷനും അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ സൗകര്യം പോലെ നമുക്ക് ഈ നിസ്കാരം ചെയ്യാവുന്നതാണ്. പിന്നീട് ഏത് രൂപമാണ് ഉത്തമം എന്ന് ചോദിച്ചാൽ, ഒന്നിച്ച് നിസ്കരിക്കലാണോ അല്ലെങ്കിൽ 2 റക്അത്ത് വീതം നിസ്കരിക്കലാണെന്ന് ചോദിച്ചാൽ, പകൽ ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ 4 റക്അത്ത് ഒരുമിച്ചും നിസ്കരിക്കലാണ് നല്ലത്. രാത്രി നിസ്കരിക്കുകയാണെങ്കിൽ ഈ 2 റക്അത്ത് വീതം ഓരോ 2 റക്അത്തിൽ സലാം വീട്ടി നിസ്കരിക്കലാണ് ഏറ്റവും പുണ്യം എന്ന് നിഹായിലും ഷർവാനിയിലും നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ തസ്ബീഹ് നിസ്കാരത്തിൽ മൊത്തത്തിൽ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ 300 തവണ ഈ തസ്ബീഹ് ചെല്ലുന്നുണ്ട്. അപ്പം ഏതെങ്കിലും തസ്ബീഹ് ചൊല്ലിയാൽ മതിയെന്ന് ചോദിച്ചാൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന തസ്ബീഹ്. ഇങ്ങനെ ഒരു 2 അഭിപ്രായങ്ങളൊക്കെ പറയുന്നിടത്ത് ഇങ്ങനെ വിശാലമായിട്ട് നമുക്ക് ചെല്ലുകയാണെങ്കിൽ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്നതും കൂടി കൂട്ടിയിട്ട് ചെല്ലാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു തസ്ബീഹ് എന്ന് പറയുന്നത് ഫർളോ അബാദ് സുന്നത്തോ ഒന്നുമല്ല. അത് ഹൈആത്ത് സുന്നത്ത് എന്ന് പറയുന്ന ഗണത്തിൽ പെടുന്നത് കൊണ്ട് തന്നെ ഒരാൾ തസ്ബീഹ് നിസ്കാരത്തിൻ്റെ ഇടയിൽ ഈ ഒരു തസ്ബീഹിനെ ചൊല്ലാൻ മറന്നുപോയാൽ
അത് വിട്ടുപോയി, അത് ചൊല്ലാൻ മറന്നുപോയി എന്ന നിലക്ക് അവൻ സഹുവിൻ്റെ സുജൂദ് ചെയ്യേണ്ടതില്ല. കാരണം ഹൈആത്ത് സുന്നത്ത് നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ അവിടെ സഹുവിൻ്റെ സുജൂദ് ഒരിക്കലും വരുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി അതുപോലെ തന്നെ ഒരാൾ തസ്ബീഹ് നിസ്കാരത്തിൽ നിന്നും ചിലത് വിട്ടുപോയി, അങ്ങനെ 300 പൂർത്തിയാകാതെ വന്നാൽ അവൻ അതിന് പ്രതിഫലം കിട്ടുമോ എന്ന് ചോദിച്ചാൽ അടിസ്ഥാനമായ സുന്നത്ത് ഏതായാലും അവനക്ക് കിട്ടും. തസ്ബീഹുകൾ മുഴുവനും ഒഴിവാക്കിയാൽ നിരുപാധിക സുന്നത്ത് നിസ്കാരമായിട്ടേ പരിഗണിക്കുള്ളൂ. തസ്ബീഹ് 300 എന്ന കണക്ക് പരിപൂർണമായി കിട്ടുമ്പോഴാണ് തസ്ബീഹ് നിസ്കാരം എന്ന് പറഞ്ഞ് നിസ്കാരമാകുന്നത്. അല്ലെങ്കിൽ ഒരു നിരുപാധികമായ 2 റക്അത്ത് അല്ലെങ്കിൽ 4 റക്അത്ത് നിസ്കരിച്ചതിൻ്റെ കൂലി അവനക്ക് കിട്ടുമെന്നാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. അതുപോലെ തന്നെ തസ്ബീഹ് നിസ്കാരം ഖളാ വീട്ടാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ തസ്ബീഹ് നിസ്കാരത്തിനൊരു പ്രത്യേക സമയമില്ലാത്തത് കൊണ്ട് ഖളാ ആവും എന്നുള്ള ഒരു സ്ഥിതിവിശേഷം തസ്ബീഹ് നിസ്കാരത്തിൽ വരുന്നില്ല. അതുപോലെ തന്നെ ഒരു ദിവസം തന്നെ പല തവണ നിസ്കരിക്കാനും ഈ നിസ്കാരത്തിന് സൗകര്യമുണ്ട്. പല തവണ ഈ നിസ്കാരം നിസ്കരിക്കാൻ പറ്റും. അതുപോലെ തന്നെ തസ്ബീഹ് നിസ്കാരം ജമാഅത്തായി നിർവഹിക്കൽ സുന്നത്തുണ്ടോ എന്ന് ചോദിച്ചാൽ ജമാഅത്തായി നിസ്കരിക്കൽ സുന്നത്തില്ല. ജമാഅത്തായി നിസ്കരിക്കൽ സുന്നത്തില്ലാത്ത സുന്നത്ത് നിസ്കാരത്തിൽ പെട്ടതാണ് തസ്ബീഹ് നിസ്കാരം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഒരാൾ ജമാഅത്തായി നിർവഹിക്കാമോ എന്ന് ചോദിച്ചാൽ, ജമാഅത്ത് സുന്നത്തൊന്നുമില്ല, ജമാഅത്തായി നിർവഹിക്കാമോ എന്ന് ചോദിച്ചാൽ അനുവദനീയമാണ്, നിസ്കരിക്കാവുന്നതാണ്. എന്നാൽ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ അപ്പോൾ പ്രതിഫലം ലഭിക്കുമോ എന്ന് ചോദിച്ചാൽ ഇത് മഅ്മൂമിങ്ങളെ പ്രേരിപ്പിക്കാനും പഠിപ്പിക്കാനും അങ്ങനെയുള്ള തുടങ്ങിയിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ ആ ജമാഅത്തിൻ്റെ കൂലി ലഭിക്കും. അല്ലാതെ ജമാഅത്ത് നിസ്കാരത്തിൻ്റെ മുത്തലഖായിട്ട് ലഭിക്കുന്ന കൂലി എന്ന നിലക്ക് ഒരിക്കലും ജമാഅത്ത് നിസ്കാരമായിട്ട് തസ്ബീഹ് നിസ്കാരത്തെ നിസ്കരിച്ചാൽ കൂലി ലഭിക്കില്ല. എന്നാൽ അതിലൊരു ഗൗരവമുണ്ട്. ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ആളുകൾ ഇത് സുന്നത്തായി ജമാഅത്ത് സുന്നത്താണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ, അങ്ങനെ ഒരു ധാരണക്ക് കാരണമാകും എന്നുണ്ടെങ്കിൽ ജമാഅത്തായി നിസ്കരിക്കൽ ഹറാമാണെന്ന് ബിഅയിൽ കാണാൻ പറ്റും. അതായത് ജമാഅത്ത് സുന്നത്തില്ലാത്ത നിസ്കാരമാണെന്ന് ഇമാം മഅ്മൂമിങ്ങളെ അറിയിച്ചാൽ ഈ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടും. നിസ്കരിക്കുന്നതിന് മുമ്പ് ഇമാം ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കണം, ഇത് ജമാഅത്ത് സുന്നത്തായ നിസ്കാരമല്ല എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഒരാൾ റുക്കൂഇൽ സുന്നത്തുള്ള തസ്ബീഹിനെ ഒഴിവാക്കി, റുക്കൂഇലുള്ളത് അവൻ ചൊല്ലാൻ മറന്നുപോയി, അങ്ങനെയാണെങ്കിൽ ഇഅ്തിദാലിൽ അവനക്കത് ഓർമ്മ വന്നാൽ റുക്കൂഇലേക്ക് അവനക്ക് മടങ്ങിപ്പോകാൻ പറ്റൂല, റുക്കൂഇലേക്ക് അത് മടങ്ങിപ്പോകാൻ പറ്റൂല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. തസ്ബീഹ് നിസ്കാരത്തിലെ ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തത്തിൽ 10 തവണ തസ്ബീഹ് ചൊല്ലി അടുത്ത റക്അത്തിലേക്ക് ഉയരുമ്പോൾ തക്ബീർ സുന്നത്തുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ പിന്നെ തക്ബീർ സുന്നത്തില്ല. 2ാം സുജൂദിൽ നിന്നും ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തത്തിലേക്ക് ഉയരുമ്പോൾ തക്ബീർ വേണം. അപ്പോൾ 2ാമത്തെ സുജൂദിൽ നിന്ന് ഇസ്തിറാഹത്തിൻ്റെ ആ ഇരുത്തത്തിലേക്ക് പോകുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് ആ ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തത്തിലേക്ക് പോയിട്ട് അവിടെ നിന്നാണ് 10 തസ്ബീഹ് ചൊല്ലേണ്ടത്. ആ തസ്ബീഹ് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം പിന്നീട് 2ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുന്ന സമയത്ത് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള തക്ബീർ വേണ്ട എന്നർത്ഥം. അതുപോലെ തന്നെ പൊതുജനങ്ങൾക്ക് ഉണ്ടാകുന്ന മറ്റൊരു സംശയമാണ്, ഒരാൾ റുക്കൂലെ തസ്ബീഹ് ചൊല്ലാൻ വിട്ടുപോയി, അല്ലെങ്കിൽ റുക്കൂല് ഒരാൾ ഒരു 8 തസ്ബീഹ് ചൊല്ലിയിട്ടുള്ളൂ, അപ്പോൾ അതിൻ്റെ ബാക്കി അയാൾക്ക് ഇഅ്തിദാലിൽ അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന ഇഅ്തിദാലിൽ സമീഅ അല്ലാഹു ലിമൻ ഹമീദ എന്ന് പറയുന്ന ഇഅ്തിദാലിൽ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ കൊണ്ടുവരാൻ പറ്റൂല. അങ്ങനെ ആകുമ്പോൾ നിസ്കാരം ബാത്തിലാകും. മറിച്ച് അവനക്കത് സുജൂദിൽ കൊണ്ടുവരാൻ പറ്റും. റുക്കൂഇൽ നഷ്ടപ്പെട്ടതിനെ അവനക്ക് സുജൂദിൽ കൊണ്ടുവരാൻ പറ്റും, ഇഅ്തിദാലിൽ കൊണ്ടുവരാൻ പറ്റൂല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്തെന്ന് വെച്ചാൽ ഈ ഇഅ്തിദാൽ എന്ന് പറയുന്നത് ചെറിയ ഒരു ഫർളാണ്, റുക്കു എന്ന് പറയുന്നത് വലിയ ഫർളാണ്. വലിയ ഫർള് ഒരാൾ വലിയ ഫർള് നഷ്ടപ്പെട്ടതിനെ ചെറിയ കുറഞ്ഞ സമയം മാത്രം നിലനിൽക്കുന്ന ഒരു ഫർളിൽ കൊണ്ടുവരുമ്പോൾ അത് ശരിയാകില്ല, സ്വഹീഹല്ല എന്നാണ് പറയുന്നത്. ഒരാൾ നിസ്കാരത്തിൽ ചെറിയൊരു ഫർളുണ്ട്, സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തം അല്ലെങ്കിൽ ഇഅ്തിദാൽ, ഇതൊരാൾ ദീർഘിപ്പിച്ചാൽ, അല്ലെങ്കിൽ ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തത്തിൽ ഒരാൾ എന്ത് ചെയ്തു അതിൽ ചൊല്ലേണ്ട ദിക്റുകൾ ഇങ്ങനെ വല്ലാണ്ട് ദീർഘിപ്പിച്ച് കുറേ സമയം ഇസ്തിറാഹത്തിൻ്റെ ആ ഇരുത്തം ഇങ്ങനെ ഇരുന്നാൽ അവൻ്റെ നിസ്കാരം ബാത്തിലായി പോകുമെന്നാണ്. അപ്പോൾ ഇഅ്തിദാലും 2 സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തവുമാണ് ഈ ചെറിയ ഫർള് എന്ന് മനസ്സിലാക്കാം. ഈ ഫർള് പെട്ടെന്ന് കടന്നു പോകണം. അപ്പം ഈ ഫർദിലേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അതിൽ നിശ്ചയിക്കപ്പെട്ട ഒരു അളവുണ്ട്. ഇപ്പോൾ 10 തസ്ബീഹ് ആണെങ്കിൽ 10 തസ്ബീഹ് തന്നെ പറ്റുള്ളൂ. അതിൽ ചെല്ലേണ്ട ദിക്റുണ്ട്, ആ ദിക്ർ എണ്ണത്തിൽ കൂടിയാൽ അത് നിസ്കാരം ബാത്തിലാകാൻ കാരണമാകും. അപ്പോൾ തസ്ബീഹ് നിസ്കാരം ഇങ്ങനെ വളരെ മഹത്വമുള്ള നിസ്കാരമാണ്. അപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ നിയ്യത്ത് വെക്കേണ്ടത് ഉസല്ലി സ്വലാത്ത തസ്ബീഹി എന്ന രൂപത്തിൽ, അതായത് തസ്ബീഹ് നിസ്കാരത്തെ ഞാൻ നിർവഹിക്കുന്നു എന്നുള്ള ആ ഒരു നിയ്യത്തോടു കൂടിയിട്ടാണ് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയിട്ട് പിന്നീടാണ് വജ്ഹത്ത് ഓതിയിട്ട് ഫാത്തിഹ ഓതേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ശൈലി ഞാൻ ആദ്യം സൂചിപ്പിച്ചിട്ടുണ്ട്. ആ രൂപത്തിൽ വളരെ
മഹത്വമുള്ള നിസ്കാരമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതിൻ്റെ തസ്ബീഹിൻ്റെ എണ്ണം കുറക്കാത്ത രൂപത്തിൽ ഇത് നിർവഹിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം.